ചോദ്യം ഇതാണ്: CABG അഥവാ എന്താണ് ബൈപ്പാസ് സർജറി? CABG ആർക്കാണ് ചെയ്യേണ്ടത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കോമൺ ആയി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ബൈപ്പാസ് ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിലുണ്ടാകുന്ന ബ്ലോക്കുകളെ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അതിൽ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ബ്ലോക്കുകളിൽ തന്നെ വികസിപ്പിച്ച് അവിടെ വീണ്ടും ചുരുങ്ങാതെ സ്റ്റെൻ്റ് ഇടുന്നതിന് പകരം ഈ ബ്ലോക്കിനെ അപ്പുറത്ത് അതിൻ്റെ ബ്ലോക്കിന് ശേഷം പുതിയ രക്തക്കുഴൽ തുന്നിപ്പിടിപ്പിക്കുന്ന ഓപ്പറേഷനാണ് നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഹാർട്ട് ലങ് മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയ. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ബീറ്റിംഗ് ഹാർട്ട് ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിർത്താതെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് ഒരു സക്ഷൻ പോലത്തെ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് അവിടെ മാത്രം ഒരു മിടിപ്പ് ഇല്ലാത്ത ആ ഏരിയ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് മിടിപ്പ് നിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ, അതാണ് നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം ആർക്കാണ് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രക്തക്കൊള്ളുകൾക്ക് അടവുള്ള ആൾക്കാർ, രണ്ടാമത് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ ആൾക്കാർ, ക്രോണിക്കായി ഡയബറ്റിക്കായ ആൾക്കാർ, മുന്നേ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് സ്റ്റെൻറ്റുകൾക്ക് ബ്ലോക്കുകൾ വന്ന ആൾക്കാർ എന്നിവരിലാണ് കൂടുതലായി ചെയ്യുന്നത്. അതോടൊപ്പം ഹൃദയത്തിൻ്റെ മെയിൻ രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും ബൈപ്പാസ് ശസ്ത്രക്രിയ ഒരു ചികിത്സാ ഉപാധിയാണ്. അതുപോലെ തന്നെ ഓഫ് പമ്പ് അഥവാ പമ്പ് ഉപയോഗിക്കാതെ നമുക്ക് CABG ചെയ്യാൻ പറ്റുമോ? അതെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഓഫ് പമ്പ് ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഹാർട്ട് ലങ് മെഷീൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ഹാർട്ട് ലങ് മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ഒരു മെഷീനിലോട്ട് കടത്തിവിട്ട് ഓക്സിജനേഷനും കാർബൺ ഡയോക്സൈഡ് റിമൂവലും ചെയ്ത് തിരിച്ച് പമ്പ് ചെയ്ത് നമ്മുടെ എല്ലാ പ്രവർത്തനം ചെയ്യുന്ന അതിന് പകരം ഈ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഓഫ് പമ്പ് ശസ്ത്രക്രിയ. അതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലെ എമ്പാടും തന്നെ ഏറ്റവും കൂടുതൽ അതാണ് കോമൺ ആയിട്ട് ശസ്ത്രക്രിയ അവലംബിക്കുന്ന രീതി.